വളരെ നിർണായകമായ ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് SITക്ക് മുന്നിലുള്ള ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഈ കൊള്ളയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, പങ്കാളികൾ ആരൊക്കെ, ലാഭത്തിന്റെ പങ്കാളികൾ ആരൊക്കെ എന്നത് കണ്ടെത്തുക എന്നതാണ്. ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിച്ചത്, മറ്റ് വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ അറസ്റ്റാണ്. ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്കാണ് അദ്ദേഹം SITക്ക് മുൻപാകെ എത്താൻ വേണ്ടി ആദ്യം വന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വന്നു. അവിടെ പത്മകുമാറിനെ കാത്തിരുന്നത് ഒരു ചോദ്യാവലിയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളായി ഈ അന്വേഷണം തുടങ്ങിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ, അതുപോലെ തന്നെ മൊഴികൾ, ഇതെല്ലാം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചോദ്യാവലിയാണ്. ആ ചോദ്യാവലിക്ക് കൃത്യമായ മറുപടി നൽകാൻ പത്മകുമാറിന് കഴിയാതെ വന്നതോടെ, ഉത്തരം മുട്ടിയതോടെയാണ് അറസ്റ്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അത് നേരത്തെ തന്നെ പത്മകുമാറിനെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അതിൽ അന്വേഷണ സംഘത്തിന് അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു വിശ്വസനീയമായ മറുപടി നൽകാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മറുപടി നൽകാൻ പത്മകുമാറിന്റെ പക്കലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ SIT പത്മകുമാറിനെ പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. പത്മകുമാറിനെ ഇനി കാത്തിരിക്കുന്നത് വലിയ ചോദ്യങ്ങളാണ്. കാരണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് സ്വർണം മോഷ്ടിച്ചെടുത്തത്, എങ്ങനെയാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ മോഷണം നടന്നത്, അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആസൂത്രക സ്ഥാനത്ത് പത്മകുമാറുണ്ട്. പിന്നീട് ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ശബരിമലയിലെ ഉരുപ്പടികൾക്ക് എന്ത് സംഭവിച്ചു, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും പറയുന്നത് പോലെ ഉരുക്കി സ്വർണം വേർപെടുത്തിയതാണോ? അങ്ങനെ ആണെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക ലാഭങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ അത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ അടക്കമുള്ളവർക്ക് വിൽക്കാനാണ് സാധ്യത. അത് സംബന്ധിച്ച് പത്മകുമാറിന് അറിവുണ്ടോ? അങ്ങനെ ഒരു ഇടപാടിനാണോ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂട്ടുചേർന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പത്മകുമാറിനെ കാത്തിരിക്കുന്നുണ്ട്. അതിനും അപ്പുറം പത്മകുമാറിന് മുകളിൽ പത്മകുമാറിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള അധികാര സ്ഥാനത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘത്തിന്റെ ചോദ്യാവലിയിലുണ്ട്. അതിനൊക്കെ പത്മകുമാറിന് ഉത്തരം നൽകേണ്ടി വരും. പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണ് അന്വേഷണത്തിന്റെ അടുത്ത ഗതി നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വലിയ സ്രാവുകൾ ഇനിയും ഉണ്ടോ എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഏതായാലും പത്മകുമാറിന്റെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ 2019 ഇനിയും ഉണ്ടോ എന്നത് പ്രസക്തമാണോ? കാരണം ഉണ്ട് എന്നത് നമുക്കെല്ലാം വ്യക്തമാണ്. ഇതിലേറെ ഓരോ മനുഷ്യരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം, വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഈ സ്വർണം എവിടേക്ക് പോയി, ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, ഇത് ഏതൊക്കെ കണ്ണികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ പുറത്തു വരണം. പക്ഷേ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ സഹകരണം ഇല്ലാത്തതിനെ തുടർന്നൊരു അറസ്റ്റിലേക്ക് പോവുകയായിരുന്നില്ലേ ചെയ്തത്? തുടർന്ന് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഇതിനകത്ത് ഒരു കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമാണ്. ഈ സ്വർണം ഉരുപ്പടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും വലിയ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് നൽകിയിരിക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ്. അപ്പോൾ ആ തലത്തിലേക്ക് അന്വേഷണം പോകുമ്പോൾ വലിയ വലിയ തലകൾ ഇനിയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിടിയിലാകും എന്നുള്ളൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ ഉയർന്ന തലത്തിലുള്ള നേതാക്കളടക്കമുള്ളവർ ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ടോ, ഈ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത്തരം ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. കാരണം പത്മകുമാർ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് പത്മകുമാറിനെ നിയന്ത്രിക്കുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കളുണ്ട്. അത് മുൻമന്ത്രി അടക്കമുള്ളവരുടെ പേരുകൾക്ക് നേരെ ആരോപണം ഉയരുന്നുണ്ട്. അപ്പോൾ അവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴികളൊന്നും കാര്യമായി ലഭിച്ചിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് പത്മകുമാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് തന്റെ നേരെ അന്വേഷണം വന്നാൽ കൂടുതൽ പേരുകൾ അല്ലെങ്കിൽ ഉന്നതരായ ആൾക്കാരുടെ പേരുകൾ പറയും, പല ആൾക്കാരുടെ പേര് പറയേണ്ടി വരുമെന്ന് പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പല പേരുകളും ഒരു പക്ഷേ നമ്മൾക്ക് ഞെട്ടലുണ്ടാകുന്ന പേരുകളടക്കം പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് മൊഴിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. ഏതായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ വൈകിട്ടാണ് രാത്രിയോടെയാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പത്മകുമാറിനെ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ആ റിമാൻഡ് റിപ്പോർട്ട് അടക്കം ഇനി പുറത്തു വരാനുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കൂടി വരുമ്പോൾ പത്മകുമാറിന്റെ പങ്കാളിത്തം എത്രത്തോളം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. ശരി അനന്തൻ.